ഇന്ത്യ-പാക് സംഘർഷാവസ്ഥ ചർച്ച ചെയ്യാൻ UN രക്ഷാസമിതി രാത്രി 12 മണിയോടെ തുടങ്ങും. പഹൽഗാം ഭീകരാക്രമണത്തെ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അപലപിച്ചു. സാധാരണക്കാരെ കൊല്ലുന്നത് അസ്വീകാര്യമാണ്. കുറ്റവാളികളെ നിയമപ്രകാരം ശിക്ഷിക്കണം. എന്നാൽ സംഘർഷ സാഹചര്യത്തിൽ നിന്ന് ഇരു രാജ്യങ്ങളും പിന്മാറണമെന്നും ഗുട്ടറസ് ആവശ്യപ്പെട്ടു. And so it pains me to see relations reaching a boiling point. I understand the raw feelings following the awful terror attack in Pahalgam on 22 April. I once again strongly condemn that attack and extend my condolences to the families of the victims. Targeting civilians is unacceptable, and those responsible must be brought to justice through credible lawful means. It is also essential, especially at this critical hour, to avoid a military confrontation that could easily spin out of control. Now is the time for maximum restraint and stepping back from the brink. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മനു അഖില ചേരുന്നു. മനു, യോഗം തുടങ്ങാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. എന്തൊക്കെ വിഷയങ്ങളായിരിക്കും യോഗത്തിൽ ചർച്ചയാകാൻ സാധ്യത? സോന, പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉടലെടുത്ത സംഘർഷാവസ്ഥ ചർച്ച ചെയ്യാനാണ് UN രക്ഷാസമിതി 12:30 യോഗം ആരംഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലവിലെ സാഹചര്യം ഈ രക്ഷാസമിതി യോഗത്തിൽ വിലയിരുത്തപ്പെടും. ഈ യോഗം തുടങ്ങുന്നതിന് മുമ്പ് ഭീകരാക്രമണത്തെ അപലപിച്ച ഐക്യരാഷ്ട്ര സഭ ഇന്ത്യ പാക് ബന്ധം ഏറ്റവും വഷളായ നിലയിലേക്ക് എത്തിയതിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. സാധാരണക്കാരെ ആക്രമിക്കുന്നത് അംഗീകരിക്കാനാകാത്തതാണെന്നും കുറ്റക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും UN പറയുന്നുണ്ട്. സൈനിക നടപടി ഒന്നിനും ഒരു പരിഹാരം മാർഗമല്ലെന്നും ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. സമാധാനം പുനഃസ്ഥാപിക്കാൻ ഐക്യരാഷ്ട്ര സഭ ഏത് സഹായത്തിന് തയ്യാറാണെന്നും UN അറിയിച്ചിട്ടുണ്ട്. തർക്കം പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെടുമെന്നും UN രക്ഷാസമിതിക്ക് യോഗത്തിന് മുന്നോടിയായി ഗുട്ടറസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയോട് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടിരുന്നു. രക്ഷാസമിതി യോഗത്തിൽ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പാകിസ്ഥാൻ വിശദീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കമുള്ള വിഷയങ്ങൾ യോഗത്തിൽ ഉന്നയിക്കാനാണ് പാകിസ്ഥാന്റെ നീക്കം. ഇതിന് മറുപടിയായി അതിർത്തിയിലെ പ്രകോപനവും നുഴഞ്ഞുകയറിയുള്ള ഭീകരാക്രമണവും എല്ലാം ഇന്ത്യ യോഗത്തിൽ ഉന്നയിച്ചേക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനായി പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഗ്ലോബൽ സൗത്തിനെയും പ്രതിനിധീകരിക്കുന്ന രാജ്യങ്ങളുടെ പിന്തുണയും ഇന്ത്യ ഉറപ്പാക്കിയിട്ടുണ്ട്. അതേസമയം പഹൽഗാം ആക്രമണത്തിൽ കടുത്ത നീക്കത്തിന് ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സംസ്ഥാനങ്ങൾക്ക് സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പുകൾക്കായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബുധനാഴ്ച സമഗ്രമായ മോക്ക് ഡ്രില്ലുകൾ നടത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്യോമാക്രമണ മുന്നറിയിപ്പിനായുള്ള സൈറണുകൾ സ്ഥാപിക്കാനും ആക്രമണം നേരിടാൻ ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകാനുമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ക്രാഷ് ബ്ലാക്ക് ഔട്ട് നടപടിക്രമങ്ങൾ പരിശോധിക്കാനും ഒഴിപ്പിക്കൽ നടപടികൾ അടക്കം പരിശീലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇതിനിടെ പാകിസ്ഥാനെതിരെയുള്ള നയതന്ത്ര നടപടികൾ കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പാകിസ്ഥാന് നൽകി വരുന്ന ഫണ്ട് മരവിപ്പിക്കണമെന്നും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതേസമയം UN രക്ഷാസമിതിയിലെ ചർച്ചയിൽ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെതിരെ കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കുകയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്.